ഹായ് ഫ്രണ്ട്സ്, അഗെയിൻ വണക്കം. ആട് 3, ആട് 1 2015 ഇറങ്ങി, ആട് 2 2017 ഇറങ്ങി. ഇപ്പോൾ അത് ആട് 3 2026, അതായത് 9 കൊല്ലത്തിന് ശേഷം വരാൻ പോകുന്ന 3-ാം ഭാഗം. ഹൈപ്പ് ഈസ് സ്കൈ, ഹൈപ്പ് വാനോളാണ്. ഫ്രൈഡേ ഫിലിംസിൻ്റെ ബാനറിൽ വിജയ് ബാബു നിർമ്മിച്ച് പുറത്തുവന്ന സിനിമകളാണ് ആട് 1 ആൻഡ് ആട് 2. രണ്ടെണ്ണം ഹിറ്റായിരുന്നു. ആട് 1 ആദ്യമൊന്നും കലങ്ങിയില്ലെങ്കിലും 2-ാം ഭാഗം വന്നപ്പോൾ 1-ാം ഭാഗം നല്ല രീതിയിൽ പ്രേക്ഷക പ്രീതി നേടി. പിന്നെ ടി വിയിലൂടെയൊക്കെ ടെലികാസ്റ്റ് ചെയ്ത സിനിമ ഹിറ്റായി മാറി. ജയസൂര്യ, സൈജു കുറുപ്പ്, ധർമ്മജൻ വിനായകൻ, വിജയ് ബാബു, സണ്ണി വെയിൻ, ചെമ്പൻ വിനോദ്, ബിജിക്കുട്ടൻ, സുധീകൊപ്പ എന്നിവരൊക്കെയായിരുന്നു കേന്ദ്ര കഥാപാത്രങ്ങൾ. കൂടാതെ ഉണ്ണി പി ദേവ്, ശ്രിഞ്ച, ഭഗത് മേനോൻ, വിനീത് ഒക്കെ ഉണ്ടായിരുന്നു ആദ്യ 2 ഭാഗങ്ങളിലും. 2-നും ശേഷം അടുത്ത പാട്ടായാണ് 3 വരുന്നത്. ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട, ഈ കൊല്ലം വരുന്ന സിനിമകളിൽ ഏറ്റവും ഹൈപ്പുള്ളൊരു പടമാണ്. 3-ാം ഭാഗത്തേക്ക് വരുമ്പോൾ 1ഉം 2ഉം പോലെ ചെറിയ കളികളല്ല, ഇത് ഇൻ്റർനാഷണൽ കളികളാണ്. 3 കാലഘട്ടത്തിൽ നടക്കുന്ന കഥയാണ് 3-ാം ഭാഗത്തിൽ. എന്നെ പാസ്റ്റ്, പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ, ഭാവി, ഭൂതം, പിന്നെ എന്തോ കാസ്റ്റുകളും വർദ്ധിച്ചിട്ടുണ്ടാവും. തൊപ്പിയൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട്, അറിയില്ല. പിന്നെ ഏതെങ്കിലും സർപ്രൈസ് ക്യാമയൊക്കെ ഉണ്ടാവും കേട്ടോ. ഏകദേശം 50 കോടിയോളം ബഡ്ജറ്റിലാണ് പടം ഒരുങ്ങുന്നത്. 127 ദിവസത്തെ ഷൂട്ടായിരുന്നു സിനിമയ്ക്ക് ഉണ്ടായിരുന്നത്. 2 ദിവസം മുന്നെയാണ് സിനിമ പാക്കപ്പ് ആയത്. മാർച്ച് 19 റിലീസ്. ഇപ്പോഴും മാറ്റിയിട്ടൊന്നുമില്ല, വേറെ ഡേറ്റൊന്നും പറഞ്ഞു കേൾക്കുന്നില്ല. ആദ്യ ഭാഗത്തിൽ ആടും, 2-ാം ഭാഗത്തിൽ കമ്മട്ടവും, 3-ാം ഭാഗത്തിൽ നമ്മുടെ സാത്താൻ സേവിയറുടെ നീലക്കൊടുവിൽ തപ്പിയുള്ള കഥയായിരിക്കും. ഇങ്ങനെയൊക്കെ ആവാനാണ് സാധ്യത. പോണ വഴി പാപ്പനും പിള്ളേരും പാസ്റ്റിലേക്ക് പോകും. അടിപൊളിയാവും കേട്ടോ. ഒരു കോമഡി ഫാൻറ്റസി എൻ്റർടൈനർ പടം. എന്തായാലും ഗംഭീരമാവട്ടെ. സിനിമ മ്യൂസിക് ചെയ്യുന്ന ഷാൻ റഹ്മാൻ തന്നെയാണ്. ഐക്കോണിക് BGMs ഒക്കെ പുള്ളി തന്നെ ചെയ്തു വെച്ചതാണ്. ഓരോരുത്തർക്കും ഓരോ സെപ്പറേറ്റ് BGMs. അതിൽ നമ്മുടെ ഡ്യൂഡിൻ്റെയൊക്കെ കിട്ടിയുള്ള സാധനമാണ് കേട്ടോ. എന്തായാലും 3ലേക്ക് വരുമ്പോൾ കാവ്യ ഫിലിം കമ്പനിക്ക് വേണ്ടി വേണു കുന്നപ്പള്ളിയും ഫ്രൈഡേ ഫിലിം ഹൗസിന് വേണ്ടി വിജയ് ബാബുവും ചേർന്നാണ് നിർമ്മാണം. തിരക്കഥയും സംവിധാനം നമ്മുടെ മിഥുൻ മാനുവൽ തോമസ് തന്നെയാണ്. എന്തായാലും ഷൂട്ടൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഇപ്പോൾ ഒരു ടീസറൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അവിടെ നിന്ന് തന്നെ പുറത്ത് വരും. പിന്നെ നമ്മുടെ എന്തെങ്കിലും ചേച്ചിയുടെ ഐറ്റം സോങ് ഉണ്ടെന്നൊക്കെ പറഞ്ഞേക്കുന്നുണ്ട്, അറിയില്ല. എന്തായാലും പടം വരട്ടെ. തിയേറ്ററിൽ കത്താൻ പോണ സാധനമായിരിക്കും. അതായത് ഒരു പക്ക എൻ്റർടൈനർ പടമായിരിക്കും. അപ്പോൾ മൊത്തത്തിൽ ഈ വരുന്ന വെക്കേഷൻ തന്നെ ഒരു ഹൈ ലെവൽ ഹൈപ്പിൽ നിൽക്കുന്നൊരു പടമാണ്. അപ്പോൾ എന്തായാലും ബൈ, നമുക്ക് അടുത്ത വീട്ടിൽ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല കേട്ടോ.